നമസ്കാരം പ്രശാന്ത് സാർ. ദക്ഷിണേന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങളെ പുനർനിർമ്മിക്കാൻ കഴിയുന്ന ഒരു നീക്കത്തിൽ ബംഗ്ലാദേശ് ആർമി 3 റഷ്യൻ നാവികസേന കപ്പലുകൾ, യുദ്ധക്കപ്പലുകളാണ് ചിറ്റാഗോങ് തുറമുഖത്ത് നങ്കൂരമിട്ട് കഴിഞ്ഞിട്ടുള്ളത്. എന്താണ് സാർ ഇതിനുള്ള കാരണം? ഇത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ നയതന്ത്ര ബന്ധത്തിന്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് യൂനസ് ചൈനയിൽ പോകുന്നു. ചൈനയുമായിട്ട് ചില സംസാരങ്ങൾ നടത്തുന്നു. അപ്പോൾ അത് ഇന്ത്യക്ക് ഗുണമല്ലാത്ത രീതിയിൽ, അതായത് ചൈനയ്ക്ക് അവിടെ ഈ പറയുന്നത് പോലെ നമ്മുടെ ചിക്കന പ്രദേശത്ത്, അല്ലെങ്കിൽ അതിനോട് തന്നെ നമ്മൾക്ക് തന്ത്രപ്രധാനം എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് നാളെക്കാലത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്ന ചില പ്രദേശങ്ങളിൽ ഈ പറയുന്ന ബേസുകൾ, യുദ്ധ ബേസുകൾ, അതായത് എയർപോർട്ടുകൾ ഒക്കെ അനുവദിക്കുന്ന രീതിയിലേക്കൊക്കെ ഉള്ളൊരു സംസാരം, അല്ലെങ്കിൽ അവിടെ അതിർത്തികളിൽ അല്ലെങ്കിൽ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ചൈനയെ ക്ഷണിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കണ്ടു. അപ്പൊ ഈ സമയത്ത് പട്ടാള മേധാവി ഉസ്മാൻ പോയത് എവിടെയാണെന്നറിയോ? റഷ്യയിലാണ് പോയത്. അപ്പൊ റഷ്യയിൽ ചെന്നു. അദ്ദേഹം രാജ്യത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയാണ് റഷ്യയിൽ ചെല്ലുന്നത് എന്ന് പറയുമ്പോൾ, റഷ്യയിൽ ചെന്ന് അദ്ദേഹം ചില നയതന്ത്ര ബന്ധങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് തന്നെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ യൂനസ് തിരിച്ചു വന്നു. ചൈന അതിനകത്ത് കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അവിടെ ഈ എയർപോർട്ടുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും നിർമ്മിക്കുന്നതിന് അല്ലെങ്കിൽ ബേസുകൾ ഉണ്ടാക്കുന്നതിന് ചൈന തയ്യാറായി വന്നിട്ടില്ല. പക്ഷെ നമ്മൾ അതിർത്തിയിൽ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ചില നീക്കങ്ങൾ നടത്തിയതായിട്ട് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ? നമ്മുടെ ചില യുദ്ധക്കോപ്പുകളൊക്കെ അതിർത്തിയിൽ വിന്യസിക്കുന്നതിന് വേണ്ടി പോകുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ വന്നായിരുന്നു. അപ്പൊ നമ്മൾ അതിന് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ചൈന ഇതിനകത്ത് വരുന്നോ വരുന്നില്ലയോ എന്നുള്ള കാര്യങ്ങളെ പറ്റി പരസ്യമായിട്ടൊന്നും സംബന്ധിച്ചതായിട്ട് അറിയില്ല. പക്ഷെ അതിന്റെ അല്ലെങ്കിൽ അവിടെ വന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും അല്ലെങ്കിൽ അതിനുള്ള നീക്കങ്ങൾ നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും ഒന്നും വരുന്നില്ല. പക്ഷെ അവർ തമ്മിൽ കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ടാകും. ആഭ്യന്തര കരാറുകളാകുമ്പോൾ അത്തരത്തിലുള്ള കരാറുകൾ വെളിയിൽ വരാനും സാധ്യതയില്ല. പിന്നെ കുറച്ചൊക്കെ കാര്യങ്ങൾ വെളിയിൽ പറഞ്ഞു എന്നുള്ളത്, ഞങ്ങൾ ഇന്ന ആളുമായിട്ട് കമ്പനി കൂടിയിട്ടുണ്ട്, കൂടുതൽ ഞങ്ങളുടെ അടുത്ത് കളിക്കാൻ വരണ്ട എന്ന് യൂനസിന്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യമാണ് അതിനകത്ത് വന്നത്. അപ്പം ഈ പറയുന്ന ഉസ്മാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സൈനിക മേധാവിക്ക് ഇപ്പൊ നിൽക്കുന്ന യൂനസിന്റെ നയതന്ത്ര നീക്കത്തോടൊന്നും താല്പര്യമുള്ള ആളല്ല. കാരണം അവർക്ക് ഇന്ത്യയോട് 71 ഉണ്ടാക്കി കൊടുത്ത ഇന്ത്യയോട് അന്ന് തൊട്ടേ അവിടുത്തെ പട്ടാളത്തിന് വളരെ കൃത്യമായിട്ട് കൂടുതൽ വലിപ്പത്തിൽ ഒരു അടുപ്പമുണ്ട്. യൂനസിനും അതേ രീതിയിലുള്ള അടുപ്പമുണ്ട്. യൂനസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പട്ടാളവും ഇതിനകത്ത് ഈ പറയുന്ന യൂനസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കുറച്ച് പട്ടാളമുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന യൂനസിന്റെ രീതിയിൽ പോകണം, അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് പോകണം, മതരാഷ്ട്രമാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഉസ്മാൻ ഇത്തരത്തിലല്ല. ഉസ്മാൻ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം പഴയതുപോലെ കൊണ്ടുപോകണം. ആ നയതന്ത്ര ബന്ധമാണ് നല്ലത്. ചൈനയുമായിട്ടും ഈ പറയുന്ന അന്ന് ഈ ഹസീന പെടുത്തിയിരുന്ന ഒരു പരിധിക്കപ്പുറം അല്ലാത്ത ഒരു ബന്ധം ഉണ്ടായി പോകണം എന്നുള്ളതാണ് അവരുടെ ഒരു ആശയം. ഇപ്പം ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും ഈ പറയുന്ന ആയുധങ്ങൾ വാങ്ങിച്ചിരുന്ന ഒരു രാജ്യമാണ് ഈ ബംഗ്ലാദേശ്. അപ്പം ആദ്യമേ റഷ്യയിൽ നിന്നായിരുന്നു കൂടുതൽ വലിപ്പത്തിൽ ആയുധങ്ങൾ വാങ്ങിച്ചത്. കാരണം ഈ രാജ്യം ഉണ്ടാകുന്ന സമയത്ത് അമേരിക്ക പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും അവസാനം ഇന്ന് വന്നതുപോലെ അന്ന് കപ്പൽ റഷ്യയുടെ ഭാഗത്തുനിന്ന് ഇവിടെ വരികയും അപ്പം അമേരിക്ക സഹായം ഒരു പരിധിക്കപ്പുറം കൊടുക്കാതെ വരികയും ഇന്ത്യ ഈ പറയുന്ന ബംഗ്ലാദേശിന് സ്വതന്ത്രമായി കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അന്നേ ഒരു ബന്ധമുണ്ട്. അന്ന് ഈ ബംഗ്ലാദേശ് ഏറ്റവും കൂടുതൽ ഈ യുദ്ധക്കോപ്പുകൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യം റഷ്യയാണ്. പിന്നെ ഈ ചൈനയുമായിട്ടുള്ള ബന്ധം ഉണ്ടായി. ചൈന റഷ്യയുമായിട്ട് അല്ലെങ്കിൽ റഷ്യയെക്കാട്ടി കൂടുതൽ യുദ്ധ സാധനങ്ങൾ ഇപ്പൊ ചൈനയിൽ നിന്നാണ് മേടിക്കുന്നത്. അപ്പം ഈ ബന്ധത്തിനകത്തൊരു ഉലച്ചിൽ അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ട്. വീണ്ടും ആ ബന്ധം, റഷ്യയുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിച്ചുകൊണ്ട് അവിടുന്ന് കൂടുതൽ സാധനങ്ങൾ, യുദ്ധക്കോപ്പുകളൊക്കെ ഇറക്കുന്നതിനും അല്ലെങ്കിൽ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനും ഈ പറയുന്നത് പോലെ ആ രാജ്യത്തേക്ക് ചൈനയെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യിച്ചിട്ട് ആ രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്ക് ചൈന കടന്നു വരുന്നതിനും ഒക്കെ പട്ടാള മേധാവി എന്നുള്ള രീതിയിൽ ഉസ്മാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ രാജ്യം പിടിച്ചെടുത്തപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായില്ലേ? അവിടെ നിന്ന് ഇവരെ ഈ പറയുന്ന ഹസീനെ കൊല്ലണമെന്ന് തീരുമാനിച്ചു വന്ന കലാപകാരികളുടെ ഭാഗത്തു നിന്ന് ഹസീനെ വളരെ കൃത്യമായിട്ട് രക്ഷിച്ച് ഒരു ഇന്ത്യയുടെ രഹസ്യാന്വേഷണത്തിന് അതിനകത്ത് ഇടപെടലുണ്ടെങ്കിൽ തന്നെ അവിടുത്തെ പട്ടാളത്തിന്റെ സഹായമില്ലാതെ അവിടുന്ന് അവരെ രക്ഷിപ്പിച്ചുകൊണ്ട് പോകത്തില്ല. അവിടുന്ന് ഒരു വിമാനത്തിൽ കയറ്റി
ഇന്ത്യയുടെ കയ്യിൽ കൊടുക്കുക, ഇന്ത്യ നമ്മളെ യുദ്ധവിമാനങ്ങളുടെ അകമ്പടിയോടുകൂടി അവരവിടെ കൊണ്ടുവരികയൊക്കെ ചെയ്തു. അപ്പൊ അന്നേ ഇന്ത്യയുമായിട്ടുള്ള ഈ കലാപം ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് അതിനകത്തൊരു ചെറിയ കളി പട്ടാള മേധാവി എന്നുള്ള രീതിയിൽ കളിച്ചെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഈ പറയുന്ന ഇന്ത്യയുമായിട്ടുള്ള ബന്ധം തന്നെയാണ് ഈ ഉസ്മാൻ ഉൾപ്പെടെ ഉള്ളവർക്കുള്ളത്, അല്ലെങ്കിൽ ഇപ്പം ഭരിക്കുന്ന പട്ടാള മേധാവിക്കുള്ളത്. യൂനസിനെ ഏതർത്ഥത്തിലും ആ രാജ്യത്തിന്റെ പരമാധികാരത്തിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇന്ത്യ നടത്തുന്നത് പോലെ തന്നെ അതിനകത്തെ പട്ടാള മേധാവിയായിട്ട് അതേ താല്പര്യത്തിൽ നിൽക്കുന്ന പട്ടാള മേധാവി തന്നെയാണ് ഉസ്മാൻ എന്നാണ് നമുക്കിപ്പോ മനസ്സിലാവുന്നത്. അപ്പം അതിനകത്ത് ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തെ അല്ലെങ്കിൽ തകർക്കുന്നതിന് വേണ്ടി ചൈനയെ കൂട്ടുപിടിക്കാൻ പോയപ്പോ പട്ടാള മേധാവി അവിടെ റഷ്യയിൽ പോയി ആ റഷ്യയുടെ സഹായം അഭ്യർത്ഥിച്ചതിന്റെ ഭാഗമായിട്ടാണ് 3 യുദ്ധക്കപ്പലുകൾ ഈ പറയുന്ന പോർട്ടിലേക്ക് വന്നിട്ടുണ്ട്. അതായത് അവിടെ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇന്ത്യയുടെ കൂടെ താല്പര്യമുണ്ട്. റഷ്യൻ പടക്കപ്പലുകൾ അല്ലെങ്കിൽ യുദ്ധക്കപ്പലുകൾ അവിടെ വരുന്നതിനകത്ത് ആർക്കാണ് ഗുണം? ഏറ്റവും വലിയ സുഹൃത്താണ് ഇന്ത്യയുടെ റഷ്യ. അപ്പം ഇനിയുള്ള കളി ആര് കളിച്ചാലും ചൈന അതിനകത്തോട്ട് കയറി വലുതായിട്ട് കളിക്കാനും പോകുന്നത്. പഴയ ബന്ധം റഷ്യയും ചൈനയും തമ്മിൽ ഇപ്പൊ ഇല്ല എങ്കിൽ പോലും റഷ്യയുടെ ഒരു വിഷയം വരുമ്പോൾ ചൈന അതിനകത്ത് ആവശ്യമില്ലാത്ത കടന്നുകയറ്റത്തിന് വരത്തില്ല. അമേരിക്കയുടെ ബൈഡന് ശേഷമുള്ള ട്രംപ് പറഞ്ഞിട്ട് എനിക്ക് ഇതിനകത്ത് ഇടപെടാൻ താല്പര്യമൊന്നുമില്ല, ഇയാളാ യൂനസിന്റെ അടുത്ത്, യൂനസിനെ കണ്ണെടുത്താൽ കണ്ടു അവിടെ കിട്ടാൻ കേൾപ്പി ജയിലിൽ വിടും. അപ്പൊ ഇയാളുടെ പാടായി, അതുകൊണ്ട് അവിടെ എന്തോന്ന് വെച്ചാൽ നടക്കട്ടെ, ഇന്ത്യയുടെ താല്പര്യം നടക്കട്ടെ എന്ന് കണ്ടുകൊണ്ടാണ് ഈ പറയുന്ന സാമ്പത്തിക അല്ലെങ്കിൽ കൊടുക്കുന്നതും ഒക്കെ നിർത്തിവെച്ചിട്ട് നേരത്തെ തന്നെ ബംഗ്ലാദേശിന് ഒരു പരുവത്തിലാക്കി അമേരിക്ക ഇട്ടിരിക്കുന്നത്. അപ്പം ഈ ബംഗ്ലാദേശിന്റെ നയതന്ത്ര ബന്ധം അല്ലെങ്കിൽ ഇന്ത്യയെ ബാധിക്കുന്ന രീതിയിലേക്ക് പോയപ്പോൾ, ചൈനയുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ പോയപ്പോൾ പട്ടാള മേധാവി റഷ്യയിൽ പോയി റഷ്യയുടെ സഹായം അഭ്യർത്ഥിക്കും. 1971 ശേഷം ആദ്യമായിട്ട് വീണ്ടും റഷ്യൻ പടക്കപ്പലുകൾ ഈ പറയുന്ന ബംഗ്ലാദേശ് പോർട്ടിൽ, ആ പോർട്ട് കൈകാര്യം ചെയ്ത പോലെ നമ്മളാണ് ബംഗ്ലാദേശ് പോർട്ടിൽ വന്നിട്ടുണ്ട്. നമ്മുടെ പടക്കപ്പലുകൾ നേരത്തെ അവിടെ ഉണ്ട്. കാരണം എന്തെങ്കിലും ആവശ്യത നേരത്തെ അവിടെ വളരെ കാലം മുമ്പേ നമ്മൾ അവിടെ കൊണ്ടുവന്ന് വളരെ കൃത്യമായിട്ട് പോർട്ട് സംരക്ഷിക്കുന്നതിനുള്ള വ്യാജേന നമ്മൾ അവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ റഷ്യൻ പടക്കപ്പൽ കൂടി വന്നിട്ടുണ്ട്. അത് യൂനസിന്റെ കളി ഒന്നും നടക്കാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഇവിടെ ഇന്ത്യ വിചാരിക്കുന്ന രീതിയിലേക്ക് കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ അതേ രീതിയിലേക്ക് കാര്യങ്ങൾ കൂടുതൽ ദൃഢമായിട്ട് ബംഗ്ലാദേശിൽ നടക്കുന്ന ഒരവസ്ഥ. അതായത് നാളെ ഹസീന വരണോ ആര് വരണോ അല്ലെങ്കിൽ അവിടുത്തെ സംവിധാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ചലനം ആരെ കൂട്ടുപിടിച്ചാലും ആ യൂനസിന്റെ കളികൾ നടക്കാത്ത രീതിയിലേക്കുള്ള ഒരു ബ്ലോക്കിംഗ് അല്ലെങ്കിൽ നാളെ കാലത്ത് ഒരു ആവശ്യം വന്നാൽ റഷ്യയുടെ കരുതൽ ഇന്ത്യക്കുണ്ടാകും. അതിനകത്ത് റഷ്യയുടെ കരുതൽ ബംഗ്ലാദേശിന് ഉണ്ടാകണം എന്ന് ബംഗ്ലാദേശിനകത്ത് പട്ടാള മേധാവി വിചാരിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പട്ടാള മേധാവിയും ആഗ്രഹിക്കുന്നു. നാളെ കാലത്ത് ഇന്ത്യയെ ഉപദ്രവിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനവും ഇനിയും നടക്കുന്നൊരവസ്ഥയില്ല. ഇന്ത്യ അതിന് കരുതിയിട്ടുണ്ട്. കൂടാതെ റഷ്യയും ആ കരുതൽ കൂടിയാണ് കപ്പലുകൾ അവിടെ വിന്യസിച്ചിരിക്കുന്നതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.